ഓക്കെ, അപ്പോൾ നമ്മളെ വർക്ക് എനർജി പവറിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ നോക്കട്ടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നില്ല. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ആൻസർ ദ ഫോളോയിങ്. ദ കേസിംഗ് ഓഫ് എ റോക്കറ്റ് ഇൻ ഫ്ലൈറ്റ് ബേൺസ് അപ്പ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറ്റ് വാട്ട് എക്സ്പെൻസ് ഇസ് ദ ഹീറ്റ് എനർജി റിക്വയർഡ് ഫോർ ബേണിംഗ് ഒപ്റ്റെയിൻ. അപ്പോൾ ആരുടെ വകയിലാണ് ഈ ഹീറ്റ് എനർജി കിട്ടുന്നത്? അടുത്ത ക്വസ്റ്റ്യന് ദ റോക്കറ്റ് ഓർ ദ അറ്റ്മോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യന് കോമറ്റ്സ് മൂവ് അറൗണ്ട് ദ സൺ ഇൻ ഹൈലി എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. The gravitational force and comet due to the sun is not normal to comet's velocity in general, yet the work done by gravitational force over every complete orbit of the comet is zero. Why? അടുത്തത്, an artificial satellite orbiting the earth in very thin atmosphere loses its energy gradually due to dissipation of against ഈ പറഞ്ഞ നമ്മളെ എയർ റെസിസ്റ്റൻസ് however small. Then why does its speed increase progressively as it comes? അപ്പോൾ ഈ പറയുന്ന നമ്മളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, മറ്റേ എന്താണ് മീറ്ററോയിഡ്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് വരുന്ന സ്പീഡിൽ വരുന്നത് എന്തുകൊണ്ട് അതിൻ്റെ റീസണ്? ആക്ച്വലി എയർ റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ സ്ലോ ഡൗൺ ചെയ്യലുണ്ട്. പക്ഷേ ഇതെന്താ? അത് നമുക്ക് ഇതിൻ്റെ റീസൺസ് എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ റീസൺസ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എനിക്ക് അധികം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പണിയായിപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യന് എ ബോഡി ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇത് വരുന്നുണ്ടെങ്കിൽ ഒരു 1 മാർക്കായിട്ട് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ വേണ്ടിക്കൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് എൻട്രൻസിലല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വെറുതെ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ സമയം കളയുന്നില്ല. ഇറ്റ് അണ്ടർഗോസ് 1 dimensional മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. പവർ ഡെലിവേർഡ് ടു എ ടൈം ടി ഈസ് പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് പി പ്രൊപ്പോർഷണൽ ടി. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഡെറിവേഷൻ വേണ്ടതാണെങ്കിൽ ഈ പേജ് സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ സംഭവങ്ങളിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ ഈ ഒരു കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അതേപോലെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബോഡി ഈസ് മൂവിങ് യൂണി ഡയറക്ഷനലി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് പവർ. ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഈ ഒരു ഈ പറഞ്ഞ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ടിക്കൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത് കുറച്ചും കൂടി ആപ്ലിക്കേഷൻ കുറച്ച് കൂടിയതായതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫൈനൽ ആൻസർ എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി റേസ് ടു 3/2. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, ടി റേസ് ടു 3/2 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഇതടിച്ചോ, ടിക്ക് അടിച്ചോളാം. ഇതാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ. പിന്നെ ഇത്ര വലിയ എന്തൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് അഥവാ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആൻസർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു പേജ് സ്ക്രീൻഷോട്ട് എടുക്കുക. കാരണം ഈ ക്വസ്റ്റ്യൻ അഥവാ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ മൂഞ്ചി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്ക് ഇത് ഡിസ്കസ് ചെയ്യാനും അത്ര ഒരു എനർജി ഇല്ല. പക്ഷേ എന്ത് ചെയ്യുക, ഇത് പേജ് സ്ക്രീൻഷോട്ട് എടുക്കുക, ഈ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക. അടുത്ത പേജ് അത്യാവശ്യം കുറേ ലെങ്തി അല്ല ക്വസ്റ്റ്യൻ ആയത്. പിന്നെ ഈ ഒരു പേജും എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ ഒരു 14th ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കുക. ഈ ഒരു 21ാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പം വരും എനിക്ക് തോന്നുന്നുണ്ട്. ഇതും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ അടുത്ത പേജ് ഈ ഒരു കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ പറഞ്ഞ NCERT എക്സാംപ്ലറിലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക, പഠിക്കുക. ഇത് പിന്നെ ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമായുണ്ട്. പിന്നെ ജസ്റ്റ് ഈ ഒരു 90% കൈനറ്റിക് എനർജിയിൽ മാത്രം നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ അതും വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക. ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. പിന്നെ ഇത്രയും നേരം നമ്മളെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് അധികം ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ അത് എക്സാമിന് വരുന്നതിൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എ പമ്പ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് ആൻഡ് പമ്പ് അപ്പ് വാട്ടർ ടു ഫിൽ. അപ്പോൾ പമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കിണറിന് മുകളിലേക്ക് ടാങ്കിലേക്ക് വെള്ളം വലിക്കുന്നുണ്ട്. വാല്യൂ 30 meter in 15 minutes. ഇഫ് ദ ടാങ്ക് ഇസ് 40 meter above ഫ്രം ദ ഗ്രൗണ്ട്, ടാങ്കിൻ്റെ ഹൈറ്റ് 40 meter ആൻഡ് എഫിഷ്യൻസി ഓഫ് പമ്പ്. അപ്പോൾ പമ്പിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര, 30% ആണ്. ഹൗ മച്ച് ഇലക്ട്രിക്കൽ പവർ ഇസ് കൺസ്യൂം ബൈ ദ പമ്പ്. ചെയ്ത് നോക്കാമല്ലോ. വോളിയം എത്ര തന്നിട്ടുണ്ട്, 30 m3. അതാണ് ആക്ച്വലി സാധനം. അപ്പോൾ ഡെൻസിറ്റി, അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 10 cube. അപ്പോൾ മാസ് ഓഫ് ദ വാട്ടർ ടു ബി പമ്പ്ഡ് അപ്പ് ടു ഫിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളെ ഡെൻസിറ്റി ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്നിട്ടുണ്ട്, വോളിയം എന്നിട്ടുണ്ട്, മാസ് കണ്ടിരിക്കും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ 30 × 10 cubic 3 × 10⁴ കിലോഗ്രാം. ഹൈറ്റ് ഓഫ് ദ ടാങ്ക് H തന്നിട്ടുണ്ട് 40 meter. ഇനി അടുത്ത വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് W/mgh. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ഹൈറ്റിലല്ല നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത്ര ഹൈറ്റിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അതിന് സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ വർക്ക് ഡൺ. അപ്പോൾ അതായിരിക്കും mgh എന്ന് പറയുന്നത്. അപ്പോൾ ഈ m എന്ന് പറയുന്ന മാസ് എന്ന് പറയുന്നത് 3 × 10⁴. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആക്സിലേഷൻ്റെ ഒരു ഗ്രാവിറ്റി 9.8. കാരണം ഇവിടെ ഒന്നും വേറെ തന്നിട്ടൊന്നുമില്ല. നമ്മളെ ഹൈറ്റ് 40. ഇത് കിട്ടുമ്പോൾ ജൂൾസിൽ ആൻസർ കിട്ടും 1.176 × 10⁻⁴.
7 ജൂൾസ്. അപ്പോൾ എന്തെങ്കിലും ടൈമിൽ തന്നില്ല. അപ്പോൾ പവറും ടൈമിലും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അല്ല വർക്കെല്ലാം തമ്മിൽ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക് 15 മിനിറ്റ്സിന് സെക്കൻഡ്സിലേക്ക് പറ്റുമ്പോൾ 15 to 60 900 സെക്കൻഡ്സ്. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു വർക്ക്, അതായത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. അപ്പോൾ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ വർക്ക് എത്രയാണ്? 1.176 × 10⁻⁷ എന്താണ് ഡിവൈഡ് ബൈ 900. അപ്പോൾ 13.07 × 10 ക്യൂബ്, അല്ലെങ്കിൽ ഇതിന് 10 ക്യൂബിനെ കിലോയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 10 ക്യൂബ് വാട്ടാണ് നമ്മൾ പവറിൻ്റെ യൂണിറ്റ്. അപ്പോൾ 13.07 ഈ 10 ക്യൂബിനെ മാറ്റിയിട്ട് കിലോ വാട്ടാക്കി. അപ്പോൾ എഫിഷ്യൻസി ഓഫ് പമ്പ് എന്ന് പറയുന്നത് ഈറ്റ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. അപ്പോൾ ഇത് പെർസെൻറ്റേജിലായിരിക്കും, കാരണം 30% ആണല്ലോ പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100. അപ്പോൾ ഇത് ഇൻപുട്ട് പവറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താ ഈ പറഞ്ഞ ഇതിന് ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കുക, ഈറ്റനെ താഴെ വരിക. അപ്പോൾ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഈറ്റ ഇൻറ്റു എൻ. അപ്പോൾ നമ്മൾ ഈറ്റ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, 30% എഫിഷ്യൻസി ഓഫ് പമ്പ് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് പവർ എത്രയാണ്? 13.07 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 100. അപ്പോൾ ഇതൊരു 0 കട്ട്. ഫൈനലി ആൻസർ 43.6 കിലോ വാട്ട് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. കാരണം ഇതെന്താ, ഈ നമ്മൾ ഔട്ട്പുട്ട് പവർ കിലോ വാട്ടിൽ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഫൈനൽ ആൻസറും കിലോ വാട്ടിലായിരിക്കും വരുന്നുണ്ടാവുക. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ എക്സാമ്പിളറിലെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനിയിപ്പോൾ 2 ക്വസ്റ്റ്യൻസ് കൂടി ഇനി ബാക്കിയില്ല എനിക്ക്. അതായത് ഇവിടെ ഒരു ക്വസ്റ്റിനോട് പിന്നെ നമ്മളെ ബോബിൻ്റെ ഒരു ക്വസ്റ്റിനോട് അതും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യും. ഇത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിക്കും. ഞാൻ മിക്കവാറും ഈ ആഴ്ച കൂടി വർക്ക് എനർജി പവർ ബൂം ഫിനിഷ്ഡ്. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് എ ലിറ്റർ ഓഫ് പെട്രോൾ. ഓക്കെ, പെട്രോളിനെ കത്തിച്ച് 1 ലിറ്റർ പെട്രോളിനെ കത്തിച്ച് കംപ്ലീറ്റ് ഗിവ്സ് ഓഫ് ഹീറ്റ് ഇക്വലൻറ്റ്. അതിൻ്റെ എനർജി എത്ര റിലീസ് ചെയ്യപ്പെടുന്നത്? ഹീറ്റ് എനർജി 3 × 10⁻⁷ ജൂൾസ്. ഇനി ടെസ്റ്റ് ഡ്രൈവ് എ കാർ വെയിങ് ഒരു കാർ ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1200 കിലോഗ്രാംസ് ഇൻക്ലൂഡിങ് മാസ് ഓഫ് ഡ്രൈവർ ഉണ്ടാവും. ഇറ്റ് റൺസ് എന്താണ് 15 കിലോമീറ്റർ പെർ ലിറ്റർ. 15 കിലോമീറ്റർ ഓടുന്നുണ്ട് പെർ ലിറ്റർ വൈൽ മൂവിങ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓൺ എ സ്ട്രെയിറ്റ് ട്രാക്ക്. യൂണിഫോം സ്പീഡിൽ ഓടുന്നുണ്ട്. അസ്യൂമിങ് ദാറ്റ് ഫ്രിക്ഷൻ ഓഫേർഡ് ബൈ റോഡ് സർഫേസ് ആൻഡ് എയർ ടു ബി യൂണിഫോം. അപ്പോൾ ഫ്രിക്ഷൻ ഒന്നും അധികമില്ല, എയർ ഒക്കെ യൂണിഫോമാണ്. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ടിങ് ഓൺ ദ കാർ ഡ്യൂറിങ് ദ ടെസ്റ്റ് ഡ്രൈവ് ഇഫ് ദ എഫിഷ്യൻസി ഓഫ് ദ കാർ എഞ്ചിൻ വാസ് 0.5. അപ്പോൾ കണ്ടുപിടിക്കാമല്ലോ, എന്ത് കണ്ടുപിടിക്കണം? അതായത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ, എനർജി ഗിവൺ ബൈ 1 ലിറ്റർ ഓഫ് പെട്രോൾ 3 × 10⁻⁷. അപ്പോൾ എഫിഷ്യൻസി ഓഫ് കാർ എന്ന് പറയുന്നത് 0.5. അപ്പോൾ എന്താണ്, ഇതിൻ്റെ എനർജി യൂസ്ഡ് ബൈ കാർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എഫിഷ്യൻസി ഓഫ് കാർ ഇൻറ്റു ഈ പറഞ്ഞ നമ്മളെ എനർജി ഗിവൺ ബൈ ദ 1 ലിറ്റർ ഓഫ് പെട്രോൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 0.5 × 3 × 10⁻⁷. അപ്പോൾ 1.5 × 10⁻⁷ ജൂൾസിൽ കിട്ടും. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ 15 കിലോമീറ്റർ. മീറ്ററിലേക്ക് വരുമ്പോൾ 15 × 10 ക്യൂബ് മീറ്റർ. ഇഫ് എഫ് ഇസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്, അപ്പോൾ എന്താ ഇ ഇസ് ഈക്വൽ എഫ് ഇൻറ്റു എസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷേ ഇങ്ങനെ ഉണ്ട്. ഇ ഇസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്, ഇത് കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. ഈ പറയുന്ന ഈ എസിനെ താഴെ പറഞ്ഞേക്കുക. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഇ ബൈ എസ്. അപ്പോൾ എന്താ, ഇ എന്ന് പറയുമ്പോൾ 1.5 × 10⁻⁷, എസ് എന്ന് പറയുമ്പോൾ 15 × 10 ക്യൂബ്. അപ്പോൾ 1.5 ഇതൊരു 10 ടൈംസ്. അപ്പോൾ 10 × ഇത് എന്ന് പറയുമ്പോൾ 10⁻⁴ വരും. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 3 വരും. അപ്പോൾ 10 ക്യൂബ് ന്യൂട്ടൺ, അല്ലെങ്കിൽ എന്താ 10 ക്യൂബ് എന്ന് പറയുമ്പോൾ 1000. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ 1000 ന്യൂട്ടൺ. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. നമുക്ക് ഈ ബാക്കി ഇനി അടുത്ത രീതിയിൽ കാണാം. ലാസ്റ്റ് പാർട്ടിൽ ഇനി നാളെ നല്ല മറ്റന്നാളല്ല, ഇനി ഈ വരുന്ന ഫ്രൈഡേ ഞാൻ ഈ പാഠം തീർക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.